ഈ വഴിയിലൂടെ കടന്നു പോകേണ്ടവരാണ് എന്നുള്ള ചിന്ത ഈ സന്ദർഭത്തിൽ നമ്മെ ഭരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവപുരുഷനായിരിക്കുന്ന മോശ തൻ്റെ സഹോദരനായ അഹരോന്റെ മരണക്കിടക്കയിൽ പാടിയ സങ്കീർത്തനത്തിൽ ഇങ്ങനെയാണ് വായിപ്പാൻ കഴിയുന്നത്: ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ എന്ന് എഴുതിയിരിക്കുന്ന വേദഭാഗം നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എണ്ണി ജീവിക്കുവാൻ കഴിയുന്ന ആവിക്ക് സമാനമായ, പുല്ലിന് സമാനമായ, നിഴലിന് സമാനമായ, പൂവിന് തുല്യമായ എണ്ണി ജീവിക്കുവാൻ കഴിയുന്ന ഒരു ജീവിതമാണ് നമ്മുടേത് എന്ന് നാം ചിന്തിപ്പാനായിട്ട് ഈ സന്ദർഭത്തിൽ ഉതകുന്നത് വളരെ പ്രയോജനമാണ്. ജീവിതം ഏറ്റവും ധന്യമായി തീരുവാനായിട്ട് കഴിയും എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ധനവാനെ കുറിച്ചും ലാസറിനെ കുറിച്ചും ഒക്കെ എഴുതിയിരിക്കുന്ന ആ വേദഭാഗം വളരെ ചിന്തനീയമായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ ലോകത്തിൽ ആർഭാടകരമായി ജീവിച്ച് ദൈവമില്ലാത്തവനായി ജീവിച്ച് ധനവാന്റെ അന്ത്യവും ലോകപ്രകാരം ജീവിത സുഖങ്ങളൊന്നും തന്നെ അനുഭവിക്കാതെ താൽക്കാലികമായി ലോകത്തിൽ ജീവിച്ച ആ ലാസറിന്റെ ചിത്രവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ആ ഭാഗങ്ങളൊക്കെ നാം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്, ഈ ലോകത്തിൽ ഏത് മനുഷ്യനും മരിക്കും. ധനവാനായാലും ദരിദ്രനായാലും അവൻ മരിക്കും. എന്നാൽ അവർ രണ്ട് സ്ഥാനത്തേക്ക് ചെന്നെത്തുന്നതായി വേദപുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ധനവാൻ കീഴിലുള്ള പാതാളത്തിലേക്ക് പോയി എന്നും ലാസർ ഔവണ്ണം തന്നെ അബ്രഹാമിന്റെ മടിയിലേക്ക് പോയി എന്നും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആ കാഴ്ച കാണുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അബ്രഹാമിന്റെ മടിയിൽ ലാസർ ഇരിക്കുന്നത് അവൻ കണ്ടു എന്ന് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അപ്പോൾ കർത്താവ് ഇത് കേവലം ഒരു കഥയായി, ഉപമയായിട്ടല്ല പറഞ്ഞത്, ഒരു യാഥാർത്ഥ്യത്തെ പ്രസ്താവിക്കുകയാണ് ചെയ്തത്. നിശ്ചയമായും മരണാനന്തരം ചെന്നെത്തേണ്ട സ്ഥാനത്ത് ചെന്നെത്തിയതിനു ശേഷമുള്ള ആ ധനവാന്റെ നോട്ടത്തിൽ അവന് കാഴ്ചശക്തി ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ അബ്രഹാം പിതാവേ, ഞാൻ ഇവിടെ യാതന അനുഭവിക്കുന്ന സ്ഥലത്ത് കിടക്കുന്നു, എന്നാൽ ലാസർ നിന്റെ മടിയിലിരിക്കുന്നു. അവന്റെ വിരലിന്റെ അറ്റം വെള്ളത്തിലൊന്ന് മുക്കി എന്റെ ഈ ദാഹം ഒന്ന് ശമിപ്പിക്കണമേ എന്ന് പറയുവാൻ തക്കവണ്ണം കഴിയുന്ന സംസാരശേഷിയും അവന്റെ ജഡത്തിന് അല്ലെങ്കിൽ അവന്റെ ആത്മാവിന് ദാഹവും ഉള്ളതായി വളരെ വ്യക്തമായി നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന യാഥാർത്ഥ്യമാണ്. ഇനിയോ അനിത്യമായ ജീവിതം ഇവിടെ അവസാനിപ്പിച്ച്, അഥവാ താൽക്കാലിക ജീവിതം ഇവിടെ അവസാനിപ്പിച്ച് നിത്യമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് മരണം കൊണ്ട് സാധ്യമാകുന്നത്. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു: കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുന്ന ഉയർപ്പിന്റെ സുപ്രഭാതത്തിൽ ഈ വാത്സല്യ മാതാവും അക്ഷയ ശരീരധാരിയായി എഴുന്നേറ്റ് വരുമെന്നുള്ള വലിയ പ്രതീക്ഷയും പ്രത്യാശയോടും കൂടെ നാം ഇവിടെ ആയിരിക്കുന്നു. അതുകൊണ്ട് മരണ ദുഃഖത്തെ അതിജീവിക്കുവാനായിട്ട് കഴിയുന്നു. ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ അടിക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. അടുക്കിലേക്ക് ചേർത്ത് കൊള്ളപ്പെടുമെന്ന് എഴുതിയിരിക്കുന്ന വചനപ്രകാരം കഴിഞ്ഞ ശനിയാഴ്ച പ്രിയ മാതാവിന്റെ ആത്മാവിനെ ദർശനം ചേർത്തുകൊണ്ടു പണിയെടുത്തായ ഭൗതികമായ ശരീരം കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ നാളത്തോടും ഇറങ്ങി വരുമ്പോൾ രൂപാന്തരീകരിക്കപ്പെട്ട ശരീരത്തോടുകൂടെ ഉയർത്ത വിശ്വാസത്തോടുകൂടെ മണ്ണിന് മണ്ണം കൂടി കൂടിയുമായി ചേർക്കും. ദൈവത്തിൽ വിശ്വസിപ്പിക്കാൻ പിതാവിന്റെ പുറത്തെ വാസമുണ്ടെങ്കിൽ ഞാൻ കൊണ്ട് പറയുമായിരുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കുക, ഞാൻ ഇരിക്കുന്നിടത്തെങ്കിലും വന്ന് വിനയിച്ച വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു.
ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന പ്രത്യാശിക്കാൻ നിന്നോട് സ്തോത്രം. കരുണയുള്ള കർത്താവെ, പ്രിയപ്പെട്ട കുഞ്ഞുടിച്ചാനോട്ട് പ്രാർത്ഥിക്കുന്നു. വാത്സല്യ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മാതാവിന്റെ വേറെപഠനത്തിൽ കർത്താവ് ദുഃഖിതരായിരിക്കുന്ന പ്രിയപ്പെട്ട നീ ശക്തിയിരിക്കണമേ, ബലപ്പെടുത്തണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പെറ്റതള്ള തന്റെ കുഞ്ഞുവരൂർ എല്ലാവരെ ആശ്വസിപ്പിച്ച് വഴി നടത്തി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ മാതാവ് വിജയിച്ചു പോയ നല്ല മാതൃക പിൻപറ്റിക്കൊണ്ട് ജീവിപ്പാൻ പ്രിയപ്പെട്ട തലമുറകൾ കൊണ്ട് അനുഭവം കൊടുത്ത് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ സൂക്ഷിപ്പാൻ പ്രിയപ്പെട്ട ആഘോഷാനെ സഹായിച്ചുകൊണ്ട് സ്തോത്രം ചെയ്തു. ദാസമാതി ശക്തിയോട് സ്തോത്രം ചെയ്യുന്നു. അവതാൻ ഗംഭീരാനാഥത്തോടും പ്രധാനാഥത്തിന്റെ ശബ്ദത്തോട് ദൈവത്തെ കാത്തു സ്വർഗത്തിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് എത്തുന്ന സന്ദർഭത്തില് പ്രിയപ്പെട്ട മാതാവ് തേജസ്കരിക്കുന്ന ശരീരത്തോടുകൂടി കേൾക്കുമാറാകണമേ. നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശുവിന്റെ കൃപയും പിതാവായ ദൈവത്തെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ ഞങ്ങളോടും വിശേഷാൽ ദാസനോടും കുഞ്ഞുങ്ങളോടും കുടുംബങ്ങളോടും പ്രിയപ്പെട്ടോടുകൂടിയും ഇപ്പോൾ നീക്കുണ്ടായിരിക്കുമാറാകണമേ. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങും നൂനം. അനുതാപ കണ്ണുനീർ വീഴ്ത്തി പാപ പരിഹാരം ചെയ്തു കൊള്ളുക നീ. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങും നൂനം. ഫലം നൽകാതുയർന്നു നിൽക്കും വൃക്ഷനിരയെല്ലാം അരിഞ്ഞു വീഴ്ത്തും. എരിതീയിലെരിഞ്ഞു വീഴും, നീറി നിറം മാറി ചാമ്പലായിത്തീരും. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങും നൂനം. ദൈവപുത്രൻ